ഇന്ന് മടി പിടിച്ചൊരു ദിവസമായിരുന്നു. പക്ഷേങ്കിൽ പച്ച മാങ്ങ പച്ചയല്ല, കുറച്ചങ്ങ് പഴുത്ത് പോയി കേട്ടോ. അന്നേരം ആ പഴുത്ത മാങ്ങ കണ്ടപ്പോൾ ഒന്ന് അച്ചാറിട്ടാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. കാരണം പഴുത്ത മാങ്ങ അച്ചാറിടുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പച്ചമാങ്ങ ഇട്ടാൽ കിട്ടത്തില്ല. അത്രയ്ക്കും ഒരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലർക്ക് ഇഷ്ടമാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ. കാരണം ഒരുപാടങ്ങ് പഴുത്ത് പോകുന്നതിന് തൊട്ട് മുമ്പിലുള്ള ആ സ്റ്റേജ്, പച്ചയല്ല പഴുത്തതല്ല, ആ ഒരു സ്റ്റേജിലൊന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓമയ്ക്കായും. നമ്മൾ പച്ച കളറ് ഇരിക്കുന്ന ഓമയ്ക്കായിൽ ഒരു ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറുന്ന സ്റ്റേജിൽ തോരൻ വെക്കുമ്പം അതൊന്നുകൂടി ഒരു ടേസ്റ്റ് കേട്ടോ. പക്ഷേ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇനി നല്ലതാണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ഗാർഡൻ ടൂറും കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് ചെടികളൊക്കെ പൂത്ത് നല്ലപോലെ നിൽക്കുകയാണ്. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മളൊരു ഗാർഡനിൽ പോയി, അവിടെ പോയപ്പോൾ കണ്ട ചെടികൾ, ദൈവമേ, അത് ചെടികളെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ചെടികൾ പല വെറൈറ്റീസിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടാൽ, പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് കൊണ്ടുവെക്കാനുള്ള ഭയങ്കരമായ ഒത്തിരി, കാരണം നമ്മൾ ചെടികൾ ഇഷ്ടമായിട്ട് പല പല ചെടികൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ച് നമുക്ക് ഗാർഡനിൽ ഇപ്പോൾ സ്ഥലം വളരെ കുറവാണ് ചെടി വെക്കാൻ. എങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മൈനകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേഡ്സുകളിൽ ഒന്നാണ് ഈ മൈനയെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണ്? പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ പറയാറുണ്ട്, 2 മൈനയെ നമ്മൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തോ ലക്കാണ്. പക്ഷേ ഞാൻ അന്ധവിശ്വാസത്തിലൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫാണ്. പക്ഷേ എങ്കിൽ മൈനകളെ കാണാൻ എപ്പോഴും ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ആ കണ്ണും അതിൻ്റെ ആ ചുണ്ടും ഒരേ കളർ. കണ്ട ആ കണ്ണ് എഴുതി വെച്ച പോലെ മഞ്ഞ കളറൊക്കെ ചെയ്ത പോലെ, അതിൻ്റെ ചുണ്ട് കണ്ടാലും നല്ല മഞ്ഞ കളർ. എന്ത് രസമാണ്! എന്ത് ചെയ്യാനാണ്? അതിൻ്റെ പുറകെ നടന്ന് ഞാൻ ഫോട്ടോ എടുക്കലായിരുന്നു എൻ്റെ ജോലി. കാരണം എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടപ്പെടാതിരിക്കുന്നതിന്. പക്ഷേ ഇത് വളരെ റെയറായിട്ട് ഈ ബേഡ്സിനെയൊക്കെ കാണാറുള്ളൂ. വെറൈറ്റി ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മൈനകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്കൊരു നല്ല ഒരു ഊണൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമുക്ക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. അപ്പോൾ എല്ലാവരും ഇടുന്ന പോലെയൊക്കെ തന്നെ, വേറെ പ്രത്യേകതകളൊന്നുമില്ല. സാധാരണ പോലൊരു മാങ്ങ അച്ചാറിടില്ല. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് നമ്മുടെ ഗാർഡനിലെ കാര്യങ്ങളൊക്കെ എന്ന് പറയാമേ. നമ്മൾ ചെടികൾ സാധാരണ എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ടോ, എന്നും ഈ ചെടിയുടെ പുറകെ നടന്ന് സമയം കളയല്ലേ, സമയം വേസ്റ്റ് ആക്കുകയല്ലേ. പക്ഷേങ്കിൽ നമ്മൾ സമയം വേസ്റ്റ് ആക്കണ്ട. നമ്മുടെ ഫ്രീ ടൈം എന്തായാലും ഒരാൾക്കൊരു വെറുതെ ഉള്ളൊരു സമയം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ആ ഒരു സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, നമ്മൾ എപ്പോഴേലൊക്കെ പോയിരിക്കുമ്പോൾ കാണാൻ നല്ലതായിരിക്കും. പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, നമ്മളെന്താണ് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ തൈ നട്ടാൽ ആപത്ത് കാലത്ത് നമുക്ക് പറിച്ച് കഴിക്കാമെന്ന്. അതുപോലെ തന്നെ കേട്ടോ, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2 ചെടി നടുക, അല്ലെങ്കിൽ ഒരു കറിവേപ്പ് നട്ടു വെക്കുക, അല്ലെങ്കിൽ ഒരു മാവിൻ്റെ തൈ നട്ടു വെക്കുക. അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും, ഓഹ് എൻ്റെ ദൈവമേ എന്ന് നമ്മൾ വിളിക്കും. കാരണം അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ഗാർഡനിങ് ചെയ്യുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ചെടികളും മരങ്ങളും കൃഷികളൊക്കെ ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു സന്തോഷം കേട്ടോ. അത് നമ്മൾ വേറെ എന്ത് കാര്യം ചെയ്താലും നമ്മൾ കിട്ടത്തില്ല. അത് വളരെ നല്ല കേട്ടോ. ഈ ഗാർഡൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടോ, ചട്ടികളൊക്കെ വെച്ചേക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ്! ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകാൻ തോന്നും. അത്രയ്ക്ക് രസമുള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതും എല്ലാം. ബൊഗെയിൻ വില്ലാസ് ആണെങ്കിൽ പല വെറൈറ്റി, അതുപോലെ പാം ട്രീസ് പല തരത്തിലുള്ള. ഞാൻ ഓർക്കുന്നത് ഇതുപോലത്തെയൊക്കെ പാം ട്രീസ് ഉണ്ടോ എന്ന്. അതുപോലത്തെ വെറൈറ്റി. ഇതൊക്കെ ബോൺസായികൾ കേട്ടോ. 10-30 വർഷമൊക്കെ ആയിട്ടുള്ള ബോൺസായികളാണ്. ഇതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അതുപോലത്തെ വിലകളുമാണ്. കാണാൻ ഉഗ്രനാട്ടോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ JCB ഒക്കെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ക്രെയിൻ്റെ അകത്ത് പൊക്കി വണ്ടിക്കകത്ത് വെച്ചൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു കാര്യമെന്ന് പറയുന്നത്. കണ്ടില്ലേ, വളരെ രസകരമായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്ന കുറേ ചെടികൾ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എല്ലാം അങ്ങ് വാങ്ങിക്കാൻ അങ്ങ് തോന്നി. പക്ഷേങ്കിൽ ഒത്തിരിയൊന്നും വാങ്ങിച്ചില്ല. അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട ചെടികൾ മാത്രം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഗാർഡനിൽ അങ്ങ് ഒരുപാട് ചെടികൾ കുത്തിത്തിരികെ വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എങ്കിലും എൻ്റെ ഗാർഡൻ അതുപോലെ തന്നെ കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. പക്ഷേങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് കുറച്ച് ചെടികൾ, അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെടികൾ വെക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ ചെടിപ്രാന്തികളും ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉള്ളതെല്ലാം കാണുന്നതെല്ലാം മേടിച്ചു കൊണ്ട് വെക്കും. അങ്ങനെ വെച്ചാലും അത്ര വൃത്തിയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നിറയെ പാമ്പുകളാണ്. എവിടെ നോക്കിയാലും പാമ്പിൻ്റെ ശല്യം ഇതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചട്ടികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് വന്ന് ഇതിൻ്റെ കുഞ്ഞുങ്ങളും
പാമ്പൊക്കെ വന്നിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോൾ ചെടി വെച്ചാലും ചട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ചെടി വെക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ കാരണം നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അവിടെ എന്തെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ, എന്തെങ്കിലും ഇൻസെക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ പാമ്പുണ്ടോ എന്നൊക്കെ. അപ്പോൾ എപ്പോഴും വെക്കാൻ നേരം നമ്മൾ അങ്ങനെ വെക്കുന്നത് ഒത്തിരി നല്ലതാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ചട്ടികളൊക്കെ കണ്ടോ, പല തരത്തിലുള്ള ചട്ടികൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മിക്കയിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയ സെറാമിക് പോട്ട്സിൽ പെറ്റൂണിയ ഇങ്ങനെ വെക്കുന്നത് ഒത്തിരി നല്ല കേട്ടോ. പെറ്റൂണിയ എന്നാലും അതിങ്ങനെ വലുതായ ആ പോട്ടിൻ്റെ ചുറ്റും വളർന്ന് ഇതേപോലെ ഇരിക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് വലിപ്പമുള്ള ഒരു ചട്ടി മേടിക്കുക. എന്നിട്ട് അതിൽ പെറ്റൂണിയയുടെ സീഡ്സൊക്കെ ഇപ്പോൾ ഒരുപാട് വാങ്ങാൻ കിട്ടും. അന്നേരം ആ സീഡ്സ് വാങ്ങി പാകിയാലും മതി, നല്ലതുപോലെ കിളിക്കും. കാരണം ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല മഴക്കാലമാണ്. മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പാകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു കാട്ടു ചെടി പോലെ നമ്മുടെ എല്ലായിടത്തും കിടക്കുന്നൊരു ചെടി. ഇതിനൊന്നും ഒരു കെയറും വേണ്ട. ഇപ്പം മതിലിലൊക്കെ ഫെൻസിലൊക്കെ പടർത്തി വിടാൻ പറ്റിയ ടൈപ്പ് ഒരു ചെടിയാണ് കേട്ടോ. ഇതൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കളാണ്. അതായത് പൂക്കൾ നല്ല നീല കളറിൽ അങ്ങ് പൂത്ത് കിടക്കും. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി വളരെ ഭംഗിയാണ് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ചെറിയ നമ്മുടെ ചെടി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തേക്കാണ്. കാരണം ഒരുപാട് ചെടി ഉണ്ടെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കാൻ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാങ്ങ ഇതാണ് കേട്ടോ. ഒരുപാട് പച്ചയല്ല, നല്ല പഴുത്തും പോയിട്ടുള്ള എന്തൊരു ടേസ്റ്റാണെന്നറിയാം. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പക്ഷേ ഇപ്പം തന്നെ ഉപ്പും മുളകും കൂടി ഇട്ട് മിക്സ് ചെയ്തും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കടുകിട്ടു, നല്ലെണ്ണയാണ് ഒഴിച്ചത്. അതിൽ കടുകിട്ടു, ഇച്ചിരി ഉലുവായിട്ടു, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയിട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ, പിന്നെ ഉലുവാപ്പൊടി ഇട്ടു, പിന്നെ കായം ഇട്ടു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മുടെ ഹെയിൻസിൻ്റെ വിനാഗിരിയാണ് ഒഴിച്ചേക്കുന്നത്. അന്നേരം വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കണ്ടോ. വിനാഗിരി നമ്മളിപ്പോൾ 1-2 ദിവസത്തേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു. എന്നിട്ട് ഇനി നമ്മുടെ പച്ചമാങ്ങ എന്ന് പറയണോ പഴുത്ത മാങ്ങ എന്ന് പറയണമെന്ന് എനിക്ക് സംശയം കേട്ടോ. അപ്പോൾ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഉപ്പും കായപ്പൊടിയുടെയൊക്കെ മണം ഇട്ടപ്പോൾ കായത്തിൻ്റെയൊക്കെ മണം ഇങ്ങനെ വരുന്നത് ഭയങ്കര ഒരു ഇപ്പോൾ തന്നെ ഇത് കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മൾ ഈ പിക്കിൾ മാത്രം മതി ചോറുണ്ണാൻ. അത്രയ്ക്ക് നല്ലതാണ്. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ, അപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് മാങ്ങാച്ചാറൂടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുട്ടികൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ തോരനും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ട്രൈ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ ഈ മാങ്ങയുടെ സീസണൊക്കെ കഴിയാറാകുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഉള്ള മാങ്ങയെല്ലാം പറിച്ച് അച്ചാറിട്ട് ഇതുപോലെ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.